ക്ലാറ്റ് എക്സാമിന്റെ ലാസ്റ്റ് 1 വീക്കിൽ എങ്ങനെയാണ് GK റിവൈസ് ചെയ്യുന്നത്? പുതിയ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ സക്സസ്. ലാസ്റ്റ് വീക്കിന് മുന്നേ തന്നെ നിങ്ങളായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ്, ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ്, ഓപ്പറേഷൻ സിന്ദൂർ, നാസ ഇസ്രോ കൊളാബറേഷൻ, ഇങ്ങനെ ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന ടോപ്പിക്സിനെ എടുത്തിട്ട് നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത നോട്ട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ആൻഡ് റിവിഷനും അങ്ങനെ തന്നെ. ന്യൂസിൽ ഏറ്റവും കൂടുതൽ തവണ വന്ന ടോപ്പിക്സ്, ഇമ്പോർട്ടൻ്റ് ആണോ നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്സ്, അതുപോലെ തന്നെ നോട്ട്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ടോപ്പിക്സ് എന്നിവ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതും കൂടി നിങ്ങളുടെ ആ ഒരു റിവിഷൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് മാക്സിമം ഈ ലാസ്റ്റ് വീക്ക് ആ ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുത്ത് റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഇതുവരെ നിങ്ങൾ കവർ ചെയ്യാത്ത എന്നാൽ ഈ ലാസ്റ്റ് വീക്ക് ആയിട്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ മാക്സിമം ആ ടോപ്പിക്സിനെ ഏറ്റവും ആദ്യം തന്നെ പഠിച്ചിട്ട് ലാസ്റ്റ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാൻ ടൈം കണ്ടെത്താൻ പറ്റും എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ലാസ്റ്റ് വീക്കിൽ പുതിയ ടോപ്പിക്സ് നിങ്ങൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്കിൽ പുതിയ ടോപ്പിക്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ട്രെസ്ഡ് ആവുന്നതല്ലാണ്ട് വേറെ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് വീക്ക് GK റിവൈസ് ചെയ്ത്, അതായത് ടോപ്പിക് വൈസ് എടുത്ത് റിവൈസ് ചെയ്ത് കണക്ട് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി റിഫ്രഷ് ആയി അത് എക്സാമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഫ്ലാറ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എപ്പോഴും പഠിച്ചതാ പക്ഷെ മറന്നുപോയി എന്നുള്ള ആ ഒരു പ്രശ്നം നമുക്ക് വരാതെ ഈസി ആയിട്ട് മെമ്മറി റിവൈസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കും. സോ ഇനി ഇതുപോലെയുള്ള സ്ട്രാറ്റജി വീഡിയോസിനായിട്ട് ഡു ഫോളോ us.